ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ചാണ്. മഹാത്മാഗാന്ധിയുടെ പ്രധാന സത്യാഗ്രഹ സമരങ്ങളാണ് 1917 ചമ്പാരൻ സത്യാഗ്രഹം, 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം, 1918 ഗേദ സത്യാഗ്രഹം, 1930 ഉപ്പ് സത്യാഗ്രഹം എന്നിവ. ഈ സമരങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്കുവഹിച്ചു. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യത്തെ സമരമായിരുന്നു 1917 ചമ്പാരൻ സത്യാഗ്രഹം. ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ കർഷകരെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന ആദ്യത്തെ സത്യാഗ്രഹ സമരമായിരുന്നു ഇത്. കർഷകരെ ഭക്ഷ്യവസ്തുക്കൾക്ക് പകരം ഇൻഡിഗോ കൃഷി ചെയ്യാൻ നിർബന്ധിക്കുകയും കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇതിനെതിരെയായിരുന്നു സമരം. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ പരീക്ഷണമായി ഇതിനെ കണക്കാക്കുന്നു. ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് കർഷകർക്ക് നീതി ലഭിക്കുകയും ചൂഷണ വ്യവസ്ഥകൾ ഇല്ലാതാക്കുകയും ചെയ്തു. ആദ്യമായി ഇന്ത്യയിൽ വെച്ച് ഗാന്ധിജി അറസ്റ്റ് വരിച്ചു. ജന്മിമാർ ഭയപ്പെടുത്തിയും അമിത നികുതി ചുമത്തിയുമാണ് കർഷകരെ കൊണ്ട് ഇത് ചെയ്യിച്ചിരുന്നത്. നിസ്സാര പ്രതിഫലമാണ് കർഷകർക്ക് ലഭിച്ചിരുന്നത്. ഇത് ക്ഷാമം രൂക്ഷമാക്കി. ദക്ഷിണാഫ്രിക്കയിൽ നിന്നെത്തിയ ഗാന്ധിജി സമരത്തിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുന്നു. രാജ്കുമാർ ശുക്ല എന്ന പ്രാദേശിക നേതാവിൻ്റെ കീഴിലായിരുന്നു സമരം നടത്തിയിരുന്നത്. 1917 ഏപ്രിൽ 11 രാജേന്ദ്ര പ്രസാദ്, JB കൃപലാനി തുടങ്ങിയവർക്കൊപ്പം ഗാന്ധിജി ചമ്പാരനിലെത്തി. ഗ്രാമങ്ങൾ സന്ദർശിക്കുകയും കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. 1917 ഏപ്രിൽ 20 സമരത്തെ തുടർന്ന് പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ തയ്യാറായി. ജൂണിൽ ചമ്പാരൻ കാർഷിക അന്വേഷണ സമിതി രൂപീകരിച്ചു. തീൻ കാതിയ സമ്പ്രദായമാണ് ചമ്പാരനിൽ നിലനിന്നിരുന്നത്. ഈ സമ്പ്രദായം അനുസരിച്ച് കർഷകർ സ്വന്തം ഭൂമിയുടെ 3 ഭാഗം ഭൂ ഉടമകൾക്കായി നീലം കൃഷി ചെയ്യണമായിരുന്നു. ഗാന്ധിജിയെ ഇതിൽ ഇടപെടാൻ ആദ്യം അനുവദിച്ചിരുന്നില്ല. ഗാന്ധിജിയോട് ഇവിടെ വിട്ടുപോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ എഡ്വേർഡ് ഗേറ്റ് ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷനെ നിയമിച്ചു. ഗാന്ധിജിയെ അതിൽ അംഗമാക്കുകയും ചെയ്തു. കർഷകർക്ക് അനുകൂലമായ നിലപാടാണ് കമ്മീഷൻ സ്വീകരിച്ചത്. 2017 ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുകയുണ്ടായി.